ദൈവനാമത്തിൽ സ്നേഹ വന്ദനം. KG ശങ്കരപ്പിള്ളയുടെ ഒരു കവിത ഇപ്രകാരമാണ്: നന്നായി ഓടക്കുഴൽ ഊതുമായിരുന്നു, 16,008 ഇടയനായിരുന്നു. എന്നിട്ടും ഒരാട്ടിൻകുട്ടി കൈവിട്ടു പോയപ്പോൾ തൂങ്ങിച്ചത്തു. ലുബ്ധൻ. ഒരിടയന്റെ ജീവിതവും ശുശ്രൂഷയുടെ ആത്മാവും KG ശങ്കരപ്പിള്ള ഈ കവിതയിലൂടെ വരച്ചു കാട്ടുന്നു. ഈ കവിതയിലെ ഇടയൻ ഓടക്കുഴലിൻ്റെ ഈണത്തിൽ ആട്ടിൻകൂട്ടത്തെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ളവനാണ്. 16,008 ആടുകളെ നയിക്കാൻ പ്രാപ്തനുമാണ്. എന്നിട്ടും ഒരാട്ടിൻകുട്ടി നഷ്ടപ്പെട്ടപ്പോൾ ഇടയന്റെ നെഞ്ചു പൊട്ടുകയാണ്. ഈ കവിതയിലെ തൂങ്ങിച്ചത്തു എന്ന പ്രയോഗം കൈവിട്ടുപോയ ആട്ടിൻകുട്ടിയെക്കുറിച്ചുള്ള ഇടയന്റെ ദുഃഖത്തിൻ്റെ ആഴം സൂചിപ്പിക്കാനാണ് കവി ഉപയോഗിക്കുന്നത്. ഒരു ഇടയന്റെ മഹത്വം എത്ര വലിയ ഇടവകയിൽ ശുശ്രൂഷിക്കുന്നു എന്നതിലല്ല, മനുഷ്യരുടെ കണ്ണിൽപ്പെടാൻ പോലും വലിപ്പമില്ലാത്തവരെ എത്രമാത്രം അന്വേഷിക്കാൻ മനസ്സ് കാണിക്കുന്നു എന്നതിലാണ്. ഏകാന്തതയിൽ തകർന്നിരിക്കുന്ന ഒരാളെ, ലഹരിയിലും കടബാധ്യതയിലും കുടുംബ പ്രശ്നങ്ങളിലും ജീവിതഭാരങ്ങളിലും വീണുപോയ ഒരാളെ കണ്ടെത്താനുള്ള മനസ്സാണ് യഥാർത്ഥ വൈദിക ശുശ്രൂഷ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഇപ്രകാരം ചോദിക്കുന്നു: നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ 1 നഷ്ടപ്പെട്ടാൽ അവൻ 99 വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവോളം അന്വേഷിച്ച് പോകയില്ലയോ? ഇന്നും അനേകർ ജനക്കൂട്ടത്തിനിടയിൽ ഏകാന്തരാണ്. ചിരിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിൽ നിശബ്ദമായി വിതുമ്പുന്ന ഹൃദയങ്ങളുണ്ട്. അവരെ വിധിക്കാനല്ല, ചേർത്ത് പിടിക്കാനാണ് ക്രിസ്തു ഇടയന്മാരെ വിളിക്കുന്നത്. കേൾക്കാൻ സന്നദ്ധമായ ഒരു ചെവി, ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക്, കൈപിടിച്ചുയർത്തുന്ന സാന്നിധ്യം, നഷ്ടപ്പെട്ടവരെ തേടിയിറങ്ങുന്ന ഒരു ഹൃദയം, ഇവയാണ് ഒരു യഥാർത്ഥ വൈദികന്റെ ലക്ഷണങ്ങൾ. പ്രിയ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൈവജനമേ, ഏറ്റവും ഒടുവിൽ നമ്മുടെ നെഞ്ചു പൊട്ടിയത് എന്നാണ്? അത് എന്തിനു വേണ്ടിയായിരുന്നു? അത് ആർക്കു വേണ്ടിയായിരുന്നു? ആമേൻ.